നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ഇലക്ടർ ബോണ്ട് അഴിമതിയിൽ പ്രധാനമന്ത്രിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CBI, ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസ്. ഇലക്ടർ ബോണ്ട് സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കെജ്രിവാളിൻ്റെ ഹർജി അടിയന്തരമായി കേൾക്കാനുള്ള ആവശ്യം നിരസിച്ച ദില്ലി ഹൈക്കോടതി ഹർജി ബുധനാഴ്ച പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി. രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണെന്നും ബില്ലുകൾ വൈകിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രി രാജി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുതെന്ന സുപ്രീം കോടതി ഉത്തരവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ പാസായ ബില്ലുകൾ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ പശ്ചാത്തലത്തിലാണ് രാജീവിൻ്റെ പ്രതികരണം. നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ ദേശീയ പദവി നഷ്ടമാകുമെന്നും അപ്പോൾ ചിഹ്നം പോകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പാർട്ടി ചിഹ്നം പോയാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന ഈനാമ്പേച്ചി, നീരാളി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്നും ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത വേണമെന്നും AK ബാലൻ പറഞ്ഞു. തുമ്മിയാൽ മൂക്ക് ധരിക്കുമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലെന്നും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂവെന്നും അതിലിപ്പോൾ ഭർത്താവായാലും മരുമകനായാലും അമ്മായിയപ്പനായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ സർക്കാരിന് ഭയമില്ലെന്നും തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല തങ്ങളുടേതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കേരളത്തിൽ യുവജനോത്സവങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യമെന്നും സാംസ്കാരിക രംഗത്ത് നടക്കുന്നത് നിർഭാഗ്യകരമായ കാര്യങ്ങളാണെന്നും CPI നേതാവ് C ദിവാകരൻ. ക്യാമ്പസുകളിൽ നടക്കുന്നത് എല്ലാം ശരിയാണോ എന്ന് ചിന്തിക്കണമെന്നും സാംസ്കാരിക നായകർ ഇക്കാര്യത്തിൽ ശബ്ദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ യുവജനോത്സവം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്താണെന്നും വല്ലാത്ത മൗനമാണ് സാംസ്കാരിക ലോകത്തുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാത്യു കുഴൽനാടൻ MLAയുടെ ചിന്നക്കനാലിലെ ഭൂമി ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സാന്നിധ്യത്തിൽ വീണ്ടും അളക്കും. മുമ്പ് ഭൂമി അളന്നപ്പോൾ മാത്യു കുഴൽനാടന് അധിക ഭൂമിയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ പിശകുണ്ടെന്ന് മാത്യു കുഴൽനാടൻ്റെ പാർട്ട്ണർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ഭൂമി വീണ്ടും അളക്കാൻ തീരുമാനിച്ചത്. സീപോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണത്തിന് ഇനി തടസ്സമില്ലെന്ന് മന്ത്രി P രാജീവ്. നിർമ്മാണത്തിനായി ആവശ്യമുള്ള HMT ഭൂമി നിശ്ചിത തുക കെട്ടിവെച്ച് RBDCക്ക് വിട്ടു നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ അവസാന കടമ്പയും നീങ്ങിയെന്ന് മന്ത്രി വ്യക്തമാക്കി. നടൻ ടൊവിനോ തോമസിൻ്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസഡറായ നടൻ ടൊവിനോ തോമസിൻ്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഉപയോഗിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വിഷയത്തിൽ കമ്മീഷൻ CPIക്ക് നോട്ടീസ് നൽകി. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സത്യഭാമയ്ക്കെതിരെ അന്വേഷണം നടത്താൻ പോലീസ് മേധാവിക്ക് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശം. അന്വേഷണം നടത്തി 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGPക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ടിപ്പറിൽ നിന്നും പാറക്കല്ല് തെറിച്ചു വീണതിനെ തുടർന്ന് മരിച്ച BDS വിദ്യാർത്ഥി അനന്തുവിൻ്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം തുകയായി നൽകുമെന്ന് അദാനി ഗ്രൂപ്പ്. മരിച്ച അനന്തുവിൻ്റെ വീട്ടിലെത്തിയ അദാനി കമ്പനി പ്രതിനിധികൾ ഇക്കാര്യം കുടുംബാംഗങ്ങളെ അറിയിക്കുകയായിരുന്നുവെന്ന് M വിൽസൻ്റെ MLA പറഞ്ഞു. കോവിഡ് ക്വാറന്റൈൻ ലംഘിച്ച് EP ജയരാജൻ്റെ ഭാര്യ PK ഇന്ദിര. കേരള ബാങ്ക് കണ്ണൂർ ശാഖയിലേക്ക് ലോക്കൽ തുറന്ന് ദുരൂഹ ഇടപാട് നടത്തിയെന്ന മലയാള മനോരമ വാർത്തയ്ക്കെതിരെ നൽകിയ അപകീർത്തി കേസിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധി. PK ഇന്ദിര നൽകിയ പരാതിയിൽ കണ്ണൂർ സബ് കോടതിയുടെയാണ് ഉത്തരവ്. തൃശ്ശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മീഷൻ അംഗം BK ബീനാകുമാരി ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ CPM പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. MLAയുടെ സ്റ്റാഫ് അംഗത്തിന് പരിക്ക്.
സലാം MLAയുടെ ഓഫീസ് സ്റ്റാഫ് അംഗം കൂടിയായ CPM ഏരിയ കമ്മിറ്റി അംഗം DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അജ്മൽ ഹസനാണ് പരിക്കേറ്റത്. പരസ്പരം ഏറ്റുമുട്ടിയ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിനിടെയാണ് അജ്മലിന് പരിക്കേറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിൻ്റെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. അമേഠിയിലും റായ്ബറേലിയും ഇന്നലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ 46 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് മത്സരിക്കും. ഡാനിഷ് അലി UPയിലെ അറോഹയിലായിരിക്കും മത്സരിക്കുക. നിലവിലുള്ള രാജ്യസഭാ MP ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിലെ രാജ്ഗഡിൽ മത്സരിക്കും. തമിഴ്നാട്ടിലെ 7 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.